അനാമിക ആദ്യം നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഒരു നോക്കിയപ്പം ഇനിയും അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ക്രിട്ടിക്കൽ ആവുകൊണ്ട് സിസേറിയൻ തന്നെ ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് കേട്ടതും കരച്ചിലും കൊണ്ട് തുടങ്ങി ഉണ്ണിയായിട്ട്. ആ റൂമിൽ മാത്രം ഒരു 16-15 പേര് കാണും. ഇത് നമ്മളെ ഒത്തിരി ടെൻഷനായിരുന്നു ആ സമയത്ത്. കാരണം നമുക്ക് ഞാന്, അമ്മ, അളിയൻ, ഞങ്ങള് 3 പേര് ആദ്യം അവിടെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഈ സംഭവങ്ങൾ നമ്മളോട് അടുത്തല്ലേ പറയുന്നത്, ഡോക്ടർമാരൊന്ന് പറയുന്നത്. 2-3 ദിവസം ഞങ്ങൾ ആ ഒരു മുൾമുന നിൽക്കുമെന്ന് പറയായിരുന്നു. അനാമികയെ സിസേറിയൻ കഴിഞ്ഞിട്ട് എല്ലാവരെയും പ്രസവം കഴിഞ്ഞിട്ട് നേരെ റൂമിൽ കൊണ്ടുവരും. ആ ഹോസ്പിറ്റലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്ത ഒരു ദിവസം ഈ ബ്ലീഡിങ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കിടത്തുന്നത്. ഈ നട്ടലിനകത്ത് എങ്ങാണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു. കണ്ണിൽ ഇങ്ങനെ വെള്ളം പൊക്കോണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു നേരം എന്നെ അവിടെ ഇരുത്തി, അവിടെ കൂടെ ആ ദിവസം തന്നെ ഇരുത്തി കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അതൊന്നും നമുക്ക് ഓർമ്മയില്ലായിരുന്നു കിട്ടിയത്. നേഴ്സുമാരുടെ സപ്പോർട്ട് അന്നേരം നമുക്ക് നേഴ്സുമാരെ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. കാരണം അത്രയും ടെൻഷനായി കരഞ്ഞ് വിളിച്ചിരിക്കുന്ന സമയം. അന്നേരം പറഞ്ഞു അത് കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. 2-ാം തീയതി കുഞ്ഞ് ജനിച്ച് 3-ാം തീയതി അനാമികയെ കൊണ്ടുവന്നു. 4-ാം തീയതി തോന്നുന്നു പറയുന്നത്. ഹോസ്പിറ്റലിൽ അനാമിക കിടക്കുമായിരുന്നു. പിന്നെ അമ്മയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു, വല്യമ്മച്ചി, 3 പേര് സ്റ്റേ ഉണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് ആ സിസ്റ്റർമാര് വരെ പറഞ്ഞു അത് ചെയ്ത കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നമ്മളിതിന്റെ ബഹളമൊന്നും ഹോസ്പിറ്റലിലായിരുന്നു. കുശുമ്പ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾ കമന്റ് ഇങ്ങനെ നെഗറ്റീവ് ഇടുമ്പോഴത്തേന് ചിന്തിക്കണം, അത് കാണുന്നവർക്കൊക്കെ അതൊരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. ഈ ട്രസ്റ്റിന്റെ നെടുന്തൂണാണെന്ന് പറഞ്ഞു, എന്താണ് പറയാനുള്ളത്? അങ്ങനൊന്നുമില്ല, അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. ഇവിടെ ഒരു ദിവസം എങ്ങനെയാണ് അതിന്റെ? ഇവിടെ നമ്മളെ ഓരോരുത്തർ സഹായിക്കും. നമുക്ക് ഗ്രാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മളെ ഓരോരുത്തർ സഹായിക്കുകയാണ്. നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിച്ചാണ് ഈ സ്ഥാപനം ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യം ഇല്ലാത്ത അമ്മമാരൊക്കെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ഫുഡ് പോലും കിട്ടാത്ത അമ്മമാരുണ്ട്, ആരോഗ്യം ഇല്ലാത്തവരല്ല. കാരണം അത്രയ്ക്ക് ഈ സമൂഹത്തിൽ ഒരുപാട് പേര് ഒറ്റപ്പെട്ട് മാറുന്നുണ്ട് ഈ കാലഘട്ടം. 3 ദിവസം ഒരമ്മ മരിച്ചു കഴിഞ്ഞാൽ സാമൂഹികത്തിലും പോലീസ് സ്റ്റേഷനിലും അറിയിക്കും. അതിനുശേഷം പത്രത്തിലും കൊടുത്തിട്ട് 3 ദിവസം നമ്മൾ മോർച്ചറി സൂക്ഷിക്കും. അത് നമ്മുടെ ഒരു അമ്മ മരിക്കുമ്പോ നമ്മൾ ആ കർമ്മം ചെയ്യത്തില്ലയോ? അതുപോലെ അമ്മമാരെ ദയിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴാന്നല്ല ഒരു നിമിഷം നമ്മുടെ ഉള്ളൊന്നും ഉരുക. അമ്മ അത്രയും നാള് മോനെ മക്കളെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിലൊക്കെ വന്ന് പിടിക്കുമ്പോഴാന്നേലോ, അവർക്ക് ആഹാരം എടുത്ത് കൊടുക്കുമ്പോഴാന്നേലോ അവർ നമ്മുടെ സ്വന്തമായി മാറുക. അങ്ങനെ ഒരാള് മരിച്ചു പോകുമ്പോഴാന്നേലോ, അതും ഈ പൊതു ശ്മശാനത്തിൽ അടക്കുമ്പോഴത്തേന് നമുക്ക് ഒത്തിരി പ്രയാസമാണ്. ആരുമില്ലാത്ത അമ്മമാരല്ല ഞങ്ങളുടെ അമ്മമാരാ, ഞങ്ങൾ അങ്ങനെ കരുതുന്നുള്ളൂ. നമ്മളെ ഒരു ദിവസം ഇവിടുന്ന് മാറിയെന്ന് വെച്ചു, നൈറ്റില് ഭയങ്കര ടെൻഷനാ. അമ്മമാർക്ക് ഇനി എന്തെങ്കിലും വരുമോ, കുഞ്ഞുങ്ങള് ഒറ്റയ്ക്കേ ഉള്ളൂ, സ്റ്റാഫുകളുണ്ട്, എന്നാലും നമ്മൾ നിൽക്കുന്ന പോലൊരു ഇത് വരത്തില്ല. അമ്മ പറഞ്ഞെന്താന്നറിയാം, മക്കളെല്ലാരും കൂടി എന്നെ കെട്ടിച്ചു വിട്ടുന്ന് പറഞ്ഞു. കെട്ടിച്ചു വിട്ടിട്ടില്ല, ഞങ്ങളുടെ തന്നെ ഉണ്ട്. അതാണ് ഞങ്ങളുടെ ആഗ്രഹം, എപ്പോഴും നമ്മളോടൊപ്പം നിൽക്കണമെന്നാണ്. ഞാനും വേറെ ഒരു വീട്ടിൽ നിന്ന് വന്നതാണ് ഇങ്ങോട്ട്. പക്ഷെ ആ ഒരു തോന്നൽ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇവിടുത്തെ തന്നെ ആണെന്നുള്ളൊരു രീതിയിലാണ്. അച്ഛനെ കുറിച്ച് എന്താണ് പുതിയ പറയാനുള്ളത്? വന്നതെല്ലാം ഉള്ളൂ. നമ്മള് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹം. അങ്ങനെ തന്നെ പോകും. ജീവിതമല്ലേ, മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരെ പഠിക്കും. ഇപ്പൊ അമ്മയുടെ കല്യാണം കഴിഞ്ഞു, ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട്. ഞാൻ നേരത്തെ ഈ കല്യാണത്തിന് മുമ്പ് ഞാൻ നെഗറ്റീവ് പറഞ്ഞാൽ അത് ഞാൻ ഉള്ളിലേക്ക് എടുക്കുമായിരുന്നു, എൻ്റെ മനസ്സിലേക്ക് എടുത്ത് ഭയങ്കരമായിട്ട് വിഷമിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അമ്മയുടെ കൂടെ നിന്നതിന് ശേഷം ഞാൻ നെഗറ്റീവിനെ ഞാൻ തള്ളിക്കളഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എന്നാ അനാമികയുടെ ഒരു ഇതുണ്ടല്ലോ, കുഞ്ഞിനെ അമ്മായിയും എടുത്തു, മരുമകളെ പൊഴുതുന്നു, ആ ഒരു ഇതിൽ അങ്ങനത്തെ കമന്റ്സ് ഒക്കെ വന്നപ്പോ ഇരുന്ന് കരയുമായിരുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ജീവമാതാ കാരുണ്യഭവനിലെ നെടുന്തൂണ് സുജിത്ത്, അദ്ദേഹത്തെ നമുക്ക് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാം. ഇവിടുത്തെ മരുമകനാണ്, പക്ഷേ ഈ അമ്മയ്ക്ക് മകനാണ്.
അമ്മയോട്, വിഷ്ണുവിനോട്, വർഷയോട് എല്ലാവരോടും സംസാരിച്ചു. അപ്പോൾ ഈ ട്രസ്റ്റിന്റെ നെടുന്തൂണാണെന്ന് പറഞ്ഞു. എന്താണ് പറയാനുള്ളത്? അങ്ങനൊന്നുമില്ല, അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നു, നമ്മുടെ കൂടെ നിൽക്കുന്നേ ഉള്ളൂ. നെടുന്തൂണൊന്നും പറയാൻ പറ്റത്തില്ല. അത് ഞാനാണ് പറഞ്ഞത്. അമ്മ പറയാറുണ്ട് എൻ്റെ ഇടം വല നിൽക്കാൻ 2 മക്കളെ ദൈവം തന്നു എന്ന് പലപ്പോഴും പറയാറുണ്ട്. പിന്നെ അമ്മയ്ക്കൊരു ഈ പറഞ്ഞ കണക്കൊരു കൂട്ട് വേണമെന്ന് തോന്നി. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചർച്ച ചെയ്തു. അങ്ങനെ ആണ്. അമ്മ പറഞ്ഞെന്താന്നറിയാം, മക്കളെല്ലാരും കൂടി എന്നെ കെട്ടിച്ചു വിട്ടുമെന്ന് പറഞ്ഞു. എത്തിച്ചു വിട്ടിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങളിവിടെ തന്നെ ഉണ്ട്. അതാണ് ഞങ്ങളുടെ ആഗ്രഹം, എപ്പോഴും നമ്മളോടൊപ്പം നിൽക്കണമെന്നാണ്. ഞാനും വേറെ ഒരു വീട്ടിൽ നിന്ന് വന്നതാണ് ഇങ്ങോട്ട്. പക്ഷെ ആ ഒരു തോന്നൽ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇവിടുത്തെ തന്നെ ആണെന്നുള്ളൊരു രീതിയിലാണ്. അച്ഛനെ കുറിച്ച് എന്താണ് പുതിയ പറയാനുള്ളത്? വന്നതെല്ലാം ഉള്ളൂ. ഇത്ര നാളായിട്ട് അറിയാം അല്ല, പുള്ളിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, എന്താ പറയാനുള്ളത്? വന്നതെല്ലാം ഉള്ളൂ. പുതിയതായിട്ട് ഒരാൾ വന്നു, നമ്മള് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹം. അങ്ങനെ തന്നെ പോകും. ജീവിതമല്ലേ, മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരെ പഠിക്കും. പറഞ്ഞ വേറെ എന്തൊക്കെയോ പറയാനുണ്ട് ചേച്ചി ഇല്ലേ? അമ്മ അടുത്തിരിക്കുന്നോണ്ടാണ് ഇല്ല ഇല്ല, പറഞ്ഞ കുഴപ്പമില്ല. ഒന്നുമില്ല. ഞങ്ങൾക്ക് വർഷം കുറെ കാര്യങ്ങൾ പറഞ്ഞു, അനാമികയുടെ കാര്യങ്ങൾ വിഷ്ണു പറഞ്ഞു. ഞങ്ങള് വർഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വർഷം എന്ന് പറഞ്ഞാൽ നല്ല കമ്പനിയാണ്. വർഷമോള് പാവം. വർഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിനും, ഇവിടുത്തെ എല്ലാ കാര്യത്തിനും ആക്റ്റീവാണ്. ഈ പ്രായത്തിലൊക്കെ ഇവിടെ ക്ലീനിങ് സ്റ്റാഫ് ഒന്നും ഇല്ലെങ്കിൽ അമ്മമാരുടെ ഡയപ്പറൊക്കെ എടുക്കണമെങ്കിലും അവൾ ചെന്ന് മാറും. കാരണം നമുക്ക് ഒരറപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഫസ്റ്റിലെ കാണുമ്പോൾ തന്നെ ഇവള് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കൂട്ടത്തിൽ നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആഹാരം കഴിക്കുന്നവരുടെ കൂടെ ഇരുന്ന ഉച്ചയ്ക്കൊക്കെ ഉച്ചഭക്ഷണമൊക്കെ ഇവിടെ ഓഫീസ് ജോലി കഴിഞ്ഞിട്ട് ഉച്ച സമയത്ത് ആഹാരം കഴിക്കുന്നവരുടെ കൂടെ ഇരുന്നാണ്. അപ്പം അവളെ സംബന്ധിച്ചോളം ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത് എങ്ങനെയാ? ഞങ്ങളമ്മയെ കാണുന്നത് ഇവിടെ വരുമ്പോഴാണ് കാണുന്നത്. ഇവിടെ വന്നപ്പോ കണ്ടതോ? ഇവിടെ വന്നപ്പോൾ കണ്ടു. ഇവിടുത്തെ എല്ലാ കുഞ്ഞുങ്ങളുടെയും കൂട്ടത്തിൽ കണ്ടു. പിന്നെ ആദ്യമായിട്ട് വന്നപ്പം എനിക്ക് കൊറോണ ആയിട്ട് ഞാൻ ക്വാറന്റൈൻ ആയിരുന്നു. അങ്ങനെ ഫുഡ് സ്പോൺസറിന് ഇവിടെ ഫസ്റ്റ് വന്നത്. പിന്നെ രണ്ടാമത് വന്നപ്പോഴാണ് അങ്ങനെ കൊറോണ സമയത്ത് ഇതിനകത്ത് ആരെയും കേട്ടത്തില്ല. അങ്ങനെ പിന്നെ ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തരുമായിരുന്നു അവിടുന്ന്. പിന്നെ ഇവിടുത്തെ ഒരു കുട്ടി സന്ധ്യയാണ്, സന്ധ്യ പാസ്സായതിൻ്റെ ഇത് എനിക്ക് അയച്ചു തന്നായിരുന്നു. അന്നേരം ഞാൻ ആ നമ്പർ സേവ് ചെയ്തിട്ടു. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഇതൊക്കെ ചെയ്തു. ഇപ്പൊ അമ്മയുടെ കല്യാണം കഴിഞ്ഞു, ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട്. അതിനെന്താ പറയാനുള്ളത്? ഞാൻ നെഗറ്റീവ് കമന്റിനെ നോക്കി പോകാറില്ല. ഞാൻ നേരത്തെ ഈ കല്യാണത്തിന് മുമ്പ് ഞാൻ നെഗറ്റീവ് പറഞ്ഞാൽ അത് ഞാൻ ഉള്ളിലേക്ക് എടുക്കുമായിരുന്നു. എൻ്റെ മനസ്സിലേക്ക് എടുത്ത് ഭയങ്കരമായിട്ട് വിഷമിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അമ്മയുടെ കൂടെ നിന്നതിന് ശേഷം ഞാൻ നെഗറ്റീവിനെ ഞാൻ തള്ളിക്കളഞ്ഞു. പോസിറ്റീവ് എടുക്കുക എല്ലാത്തിനും. ഞാൻ അമ്മയോടും പലപ്പോഴും പറയും, ചില സമയങ്ങളിൽ അമ്മയുടെ സ്വഭാവം അത് സ്വാഭാവികമാണല്ലോ മനുഷ്യനിൽ. അപ്പോൾ അത് അന്നേരം ഞാൻ പറയും, എന്നെ പഠിപ്പിച്ചത് എല്ലാം പോസിറ്റീവായിട്ട് എടുക്കാനാണ്. അപ്പൊ അതുപോലെ മുന്നോട്ട് പോവുക. ഞാൻ നെഗറ്റീവിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എന്നാ അനാമികയുടെ ഒരു ഇതുണ്ടല്ലോ, കുഞ്ഞിനെ അമ്മായിയും എടുത്തു, മരുമകളെ പൊഴുതുന്നു, ആ ഒരു ഇതിൽ അങ്ങനത്തെ കമന്റ്സ് ഒക്കെ വന്നപ്പോ ഇരുന്ന് കരയുമായിരുന്നു. ഉണ്ണിയേട്ടനും സുഹിതനോടാ പിന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് എല്ലാം കൂളാക്കിയത്. നല്ല കരച്ചിലായിരുന്നു. ഞാൻ എടുക്കാൻ പാടില്ലായിരുന്നു. വിളിച്ചിട്ട് ഇത് ആക്ച്വലി ആ വീഡിയോ ഫുൾ എടുക്കുന്നത് ഞാനാ. ഈ എന്താ ഉണ്ണിയേട്ടൻ അവിടെ ഇരിക്കാൻ തന്നെ ഞാൻ പറഞ്ഞ് ഉണ്ണിയേട്ടൻ അങ്ങോട്ട് പോകുമ്പോൾ നീങ്ങിയിരിക്കും ഇടക്ക്. എന്നിട്ട് അമ്മ ഉണ്ണിയേട്ടന്റെ മടി തല വെക്ക് എന്നൊക്കെ ഞാനാ പറഞ്ഞ വീഡിയോ എടുക്കും. അവള് ഫുഡൊക്കെ കഴിച്ചിട്ട് അവള് നടന്നിട്ട് അവിടെ നമ്മള് റൂമായിട്ട് ഹോസ്പിറ്റലിൽ എടുത്ത് അന്നേരത്തേന് ആ ടേബിളിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പാച്ചി കൈയൊക്കെ കഴുകാൻ നേരത്ത് അപ്പോഴാണ് ഞങ്ങൾ വന്ന് ഇരിക്കുന്നത്. കാരണം കുഞ്ഞിന്റെ കാര്യത്തിനും ഹോസ്പിറ്റലിലെ കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ വരും. എന്തെങ്കിലും ബെഡ്ഷീറ്റോ അവക്കിടാനുള്ള ഈ ഡെലിവറി കഴിയുമ്പോഴത്തേന് ഓപ്പൺ നൈറ്റ് ഒക്കെയായിരുന്നു. അന്നേരം അതൊക്കെ എടുക്കാനും എല്ലാത്തിനും ഞങ്ങൾ വീട്ടിലോട്ടൊക്കെ വരും. അന്നേരം കുറച്ചു നേരം എല്ലാവരുമായിട്ട് ഇരിക്കുമ്പോഴല്ലേ അതിനകത്തൊരു സന്തോഷം. അതും പ്രസവിച്ച് കിടക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഹോസ്പിറ്റലിലെ നേഴ്സ് ഞാൻ എപ്പോഴും വഴക്ക് പറയും. കാരണം ആ റൂമിൽ മാത്രം ഒരു 16-15 പേര് കാണും. ഒരു ലേബർ വാർഡിലൊന്നും അങ്ങനെ ആരും അത് കേട്ടിട്ടില്ല. അവിടെ എപ്പം വന്നാലും നമ്മൾ ഒത്തിരി ടെൻഷനായിരുന്നു ആ സമയത്ത്. കാരണം നമുക്ക് ഞാന് അമ്മ അലിയൻ ഞങ്ങള് 3 പേര് ആദ്യം അവിടെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോ ഈ സംഭവങ്ങൾ നമ്മളോടത്തല്ലേ പറയുന്നേ, ഡോക്ടർമാരൊന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ടെൻഷനിൽ ഞങ്ങൾ നിൽക്കുമായിരുന്നു. തീരെ 2-3 ദിവസം ഞങ്ങൾ ആ ഒരു മുൾമുനെ നിൽക്കുമെന്ന് പറയായിരുന്നു. ഉറക്കം പോലും. കാരണം അനാമിയെ
സിസേറിയൻ കഴിഞ്ഞിട്ട് എല്ലാവരും പ്രസവം കഴിഞ്ഞിട്ട് നേരെ റൂമിൽ കൊണ്ടുവരിക. ആ ഹോസ്പിറ്റലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തുവാ ഓപ്പറേഷൻ തിയേറ്ററിനടുത്ത ഒരു ദിവസം ഈ ബ്ലീഡിങ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കിടത്തുന്നത്. അവിടെ കിടത്താൻ നേരത്ത് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പകുതി പേരും പോയി. രാത്രി ഞാനാണെങ്കിൽ നേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞ ബ്രഷും പിന്നെ ചൂടുവെള്ളം ഫ്ലാസ്കി പിന്നെ അവർക്ക് കട്ടൻ കാപ്പിയോടെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി. ആദ്യം എന്നെ കയറ്റിയില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞ സിസ്റ്ററിനെ വായിച്ച് ലാസ്റ്റ് എന്നെ കയറ്റി അകത്ത് കാണിച്ച്. അന്നേരം ഈ നട്ടലിനകത്ത് എങ്ങാണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു. അതിൻ്റെ ചെറിയൊരു ബോധമേ ഉള്ളായിരുന്നു. അവിടുത്തെ പിറ്റേന്ന് ഞാനത് ചോദിച്ചപ്പോൾ ഓർമ്മയില്ല, പിന്നെ വന്നായിരുന്നു. പക്ഷെ അന്നേരം എന്നെ കണ്ട് ചിരിച്ച് കണ്ണിന് ഇങ്ങനെ വെള്ളം പൊക്കോണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു നേരം എന്നെ അവിടെ ഇരുത്തി, അവിടെ കൂടെ ആ ദിവസം തന്നെ ഇരുത്തി കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അതൊന്നും നമുക്ക് ഓർമ്മയില്ലായിരുന്നു പിറ്റേന്ന്. അങ്ങനെ ഒരാൾ പിറ്റേന്ന് വന്ന് റെസ്റ്റ് എടുക്കുക. ഫുള്ള് ഹോസ്പിറ്റലിൽ ഞങ്ങൾ 5 ദിവസം കിടന്നു. അന്നേരം ഫുള്ള് റെസ്റ്റ് ആയിരുന്നു. പക്ഷെ അവിടുത്തെ നേഴ്സുമാരെല്ലാരും നല്ല സഹകരണം. നല്ല സാറിനായിരുന്നു. ഹോസ്പിറ്റലിൽ videos അഡ്മിറ്റ് ആയ കാണാം. സമയത്തായിരുന്നു ഉണ്ണിയേട്ടന്റെ പിറന്നാൾ വന്നത്. ഓ. അപ്പൊ നമ്മൾ അവിടെ നേഴ്സുമാർ അതോ ചോദിച്ചു ഞാനത് വിട്ടു കേട്ടാ. ജൂൺ കേക്കൊന്നും മുറിച്ചില്ലേ? കേക്ക് മുറിച്ച് ജൂൺ അതാണ് 2-ാം തീയതി അതാണ് ഞാൻ കുഞ്ഞ് പറഞ്ഞത്. ജനിച്ച്. നേഴ്സുമാരുടെ സപ്പോർട്ട് അന്നേരം നമുക്ക് നേഴ്സുമാരെ നിങ്ങളത് ചെയ്യാൻ പറഞ്ഞു. കാരണം അത്രയും ദിവസം സൗണ്ട് 2 ദിവസം കരഞ്ഞ് അടുത്തുള്ള നല്ലോണം പേഷ്യൻസിന് ടെൻഷനായി കരഞ്ഞ് disturb വിളിച്ചിരിക്കുന്ന ആവുന്നു. സമയം. അന്നേരം പറഞ്ഞു അത് കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഭയങ്കര ആഘോഷമായിരുന്നു. രാത്രി 12 മണിക്ക് ഞങ്ങള് അല്ല, കേട്ടു. നല്ല ഭയങ്കര ആഘോഷമാണെങ്കിലും മനസ്സിലൊരു ഇതന്നെ അതല്ല, ആയിരിക്കില്ലേ? അത് കഴിഞ്ഞിട്ടായിരുന്നു. 4-ാം തീയതി കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ പറഞ്ഞ്. കാരണം 2-ാം തീയതി കുഞ്ഞ് ജനിച്ച് 3-ാം തീയതി അനാമികയെ കൊണ്ടുവന്നു. 4-ാം തീയതി ആണെന്ന് തോന്നുന്നു പറയുന്നത്. ബർത്ത്ഡേ അന്ന് ബർത്ത്ഡേയുടെ അന്ന് ഇതിന്റെ ഞങ്ങള് അടുത്തൊന്ന് രാത്രി പറഞ്ഞു. തലേ അതിന്റെ അത് രാത്രിയാണ് കേട്ടതിന്റെ അന്ന് എന്തുവാ ഞാൻ ഈ ബർത്ത്ഡേയുടെ ഒന്നും ആലോചിച്ചില്ല. ഹോസ്പിറ്റലില് അനാമിക കിടക്കുമായിരുന്നു. പിന്നെ അമ്മയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. വല്യമ്മച്ചി 3 പേര് സ്റ്റേ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇങ്ങനെ കിടക്കാൻ നേരത്ത് 12 മണി ആയോ എന്ന് അനാമിക എൻ്റെ അടുത്ത് ചോദിച്ചു. എനിക്ക് മനസ്സിലായില്ല. എങ്ങനെയാലും എന്താ ബെഡൊക്കെ ഫുള്ളാണ്ട് ഞാൻ ബെഡ്ഷീറ്റ് അനാമിയുടെ പറഞ്ഞ് വാങ്ങിച്ചിട്ട് തറയിൽ വിരിച്ചിട്ട് ഞാൻ തറയിലെ ഹോസ്പിറ്റലിൽ കിടക്കാൻ നേരത്ത് ഞാൻ അറിയുന്നില്ലല്ലോ. ഇവരൊന്ന് കഥകി തട്ടി. ഞാൻ പറഞ്ഞ ദാണ്ട് നേഴ്സുമാര് പിന്നെയും വന്നെന്ന് പറഞ്ഞ കഥ തുറക്കാൻ നേരത്ത് അമ്മയും എല്ലാരും ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോ ഞാനങ്ങ് ഞെട്ടിയേ. മറന്നുപോയല്ലോ. അത്രയും കരഞ്ഞുകൊണ്ട് ആ സിസ്റ്റർമാര് വരെ പറഞ്ഞു അത് ചെയ്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നമ്മളിതിന്റെ ബഹളമൊന്നും ഹോസ്പിറ്റലിലെ നമ്മൾ ബഹളമൊന്നും ഉണ്ടാക്കാതെ ഇതൊക്കെ ചെന്ന് അനാമിക ആദ്യം നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഒരു നോക്കിയപ്പം പറ്റുന്നില്ല, ഇനിയും അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ക്രിട്ടിക്കൽ അതുകൊണ്ട് സിസേറിയൻ തന്നെ ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞു. പറ്റത്തില്ലെന്ന്. അതും കൂടി കേട്ടതും കരച്ചിലും കൊണ്ട് തുടങ്ങി ഉണ്ണിയേട്ടൻ. അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞ് എല്ലാം സമാധാനപ്പെടുത്തി. അത് ഞാനിങ്ങനൊന്നും നേരത്തെ അനുഭവിക്കുക ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. അതെല്ലാരും തുടക്കം അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. എന്നാലും ഏറ്റവും കൂടുതൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ഏകദേശം കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെ ആയിരിക്കും ഇനി മനസ്സിലായില്ലേ? മാറിക്കോളൂ. ഇനി സുജിത്തിന്റെ ഫാമിലി എനിക്ക് അച്ഛൻ, അമ്മ, സിസ്റ്റർ ഇവിടെ തന്നെയാണോ അതോ അച്ഛനും അമ്മയും നാട്ടിലുണ്ട്, സിസ്റ്റർ പുറത്താണ്. മുമ്പ് എന്തായിരുന്നു വർക്ക്? എന്തായിരുന്നു? എനിക്ക് ടൂർ പാക്കേജിന്റെ പരിപാടിയായിരുന്നു. റെഡിമെയ്ഡിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു. കൊറോണ ഒക്കെ ആയപ്പോഴത്തേന് ടൂർ പാക്കേജിന്റെ പരിപാടിയൊക്കെ നിർത്തി. പിന്നെ റെഡിമെയ്ഡിന്റെ പരിപാടി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ സജീവമായിട്ട് ഇവിടെയാണെന്ന്. സജീവമായിട്ട് ഇവിടെയാണ്. അപ്പൊ ഇവിടെ ഒരു ദിവസം എങ്ങനെയാണ് അതിന്റെ? ഇവിടെ നമ്മളെ ഓരോരുത്തർ സഹായിക്കും. നമുക്ക് ഗ്രാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെ ഓരോരുത്തർ സഹായിക്കുകയാണ്. നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിച്ചാണ് ഈ സ്ഥാപനം ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ പറയുന്ന കണക്ക് അങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ. പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയാണ് നമ്മൾ ഓരോ അമ്മമാരെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ കുട്ടികളായാലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖേന വരുന്ന കുട്ടികളാണ് ഇവിടെ കൂടുതലല്ല ഉള്ളത്. പിന്നെ അമ്മമാര് പഞ്ചായത്ത്, പോലീസ് സ്റ്റേഷൻ, കുടുംബശ്രീ പ്രവർത്തകർ മുഖേന വരുന്ന അമ്മമാരാണ്. ആരോഗ്യം ഇല്ലാത്ത അമ്മമാരാണ്. അവർക്ക് ഭക്ഷണവും മരുന്നും എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല നല്ല മനസ്സുള്ള ആൾക്കാർ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ മക്കൾ ഇവിടെ കൊണ്ടാക്കുന്നുണ്ടോ ഈ അമ്മമാരെയൊക്കെ? അങ്ങനെ തിരുവല്ലയില് കമ്പാഷൻ ടീമിലെ പാസ്റ്റർ എന്ന് വെച്ചാൽ അതൊരു ടീമാണ്. അവര് ഈ കുട്ടികളെ പഠിക്കാൻ സാമ്പത്തികമായിട്ട് പിന്നോട്ടിരിക്കുന്ന കുട്ടികളെ ബാഗ്, ബുക്ക് അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക സാറ് നമുക്ക് ഇതുപോലെ അമ്മമാരെ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, അങ്ങനെ അമ്മമാരെ നിർത്താൻ പറ്റും. അങ്ങനെ അവിടുത്തെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കാണും, അല്ലെ പഞ്ചായത്തിലെ കത്ത് കാണും. അങ്ങനെ ഞങ്ങളാണെങ്കിൽ ഒത്തിരി ഷോർട്സിനകത്ത് കിട്ടുന്നുണ്ട് അമ്മമാരെ ഏറ്റെടുക്കാൻ പോകുന്നത്. അതും ആരോഗ്യമില്ലാത്ത അമ്മമാരൊക്കെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ഫുഡ് പോലും കിട്ടാത്ത അമ്മമാരുണ്ട്. അത്രയ്ക്ക് മെലിഞ്ഞിരിക്കുന്ന അമ്മമാരൊക്കെ ആണെങ്കിലും ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ മെഡിസിൻ ആവശ്യമുള്ള അമ്മമാരാണെങ്കിൽ നമ്മുടെ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് പാലിയേറ്റിലോട്ടൊക്കെ ആക്കും. പിന്നെ അമ്മമാരല്ല ഈ പോലീസ് സ്റ്റേഷൻ, പഞ്ചായത്ത്, തെരുവിലൊക്കെ അലഞ്ഞു നടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫുഡൊക്കെ സ്പോൺസർ ചെയ്യുമ്പോഴാണേലും ഈ ഗസ്റ്റുകളൊക്കെ ചോദിക്കും
ഏതെങ്കിലും ബന്ധുക്കാരുള്ള ഇവിടെ ആണെങ്കിൽ ഒറ്റമ്മമാർക്ക് പോലും ആരോരും ഇല്ലാത്തവരാ അല്ല. കാരണം അത്രയ്ക്ക് ഈ സമൂഹത്തിൽ ഒരുപാട് പേര് ഒറ്റപ്പെട്ട് മാറുന്നുണ്ട് ഈ കാലഘട്ടം. നമ്മള് കൂടുതലും അമ്മമാരെ ഇതുപോലെ ആരും മരിച്ചു കഴിഞ്ഞാലും അവരെ ഏറ്റെടുക്കുന്നത് നമ്മള് അതിന്റെ കാര്യം നേരത്തെ പറഞ്ഞത് അത് എങ്ങനെയായിരുന്നു? അത് നമ്മള് 3 ദിവസം ഒരമ്മ മരിച്ചു കഴിഞ്ഞാൽ സാമൂഹിക പോലീസ് സ്റ്റേഷനിലും അറിയിക്കും. അതിനുശേഷം പത്രത്തിലും കൊടുത്തിട്ട് 3 ദിവസം നമ്മൾ മോർച്ചറി സൂക്ഷിക്കും. അത് നമ്മുടെ ഒരു അമ്മ മരിക്കുമ്പോ നമ്മൾ ആ കർമ്മം ചെയ്യത്തില്ലയോ? അതുപോലെ അമ്മമാരെ ദയിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴാന്നില്ല ഒരു നിമിഷം നമ്മുടെ ഉള്ളൊന്നും ഉരുകും. അമ്മ അത്രയും നാള് മോനെ മക്കളെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിലൊക്കെ വന്ന് പിടിക്കുമ്പോഴാന്നേലോ, അവർക്ക് ആഹാരം എടുത്ത് കൊടുക്കുമ്പോഴാന്നേലോ അവർ നമ്മുടെ സ്വന്തമായി മാറുക. അങ്ങനെ ഒരാള് മരിച്ചു പോകുമ്പോഴാന്നേലോ അതും ഈ പൊതു ശ്മശാനത്തിൽ അടക്കുമ്പോഴത്തേന് നമുക്ക് ഒത്തിരി പ്രയാസമാണ്. അവിടെ ആരും ഇല്ലാതായി പോയല്ലോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുമായിരുന്നു. നമ്മളെ കർപ്പൂരമൊക്കെ കത്തിച്ച് കൊടുക്കുന്നവര് ചോദിക്കും കത്തിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. മക്കളാന്നോന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കത്തിച്ചിട്ടുണ്ടോ? ഞാൻ കത്തിച്ചിട്ടുണ്ട്, കർപ്പൂരം കത്തിച്ചിട്ടുണ്ട്. ആരും ഇല്ലാണ്ട് ആരും ഇല്ലാത്ത അമ്മമാരല്ല ഞങ്ങളുടെ അമ്മമാരാ, ഞങ്ങൾ അങ്ങനെ കരുതുന്നുള്ളൂ. ചില വിദേശത്തുള്ള മക്കള് ഇതുപോലെ അമ്മമാരെ ഇങ്ങനെ അതിങ്ങനെയുള്ള ഹോമല്ല. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഹോം എന്ന് വെച്ചാല് ഹാളായിട്ടാ. നമുക്ക് സെപ്പറേറ്റ് റൂമോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ടിവിയോ അങ്ങനെയൊന്നുമില്ല. ഇത് തീർത്തും അനാഥാലയം. എല്ലാരും ഒരുമിച്ചുള്ള, അല്ലാതെ ഈ ചേട്ടൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പെയ്ഡ് ഹോമില്ല ഈ വിദേശത്ത് മക്കളുള്ളവരൊക്കെ. അതെന്ന് പറഞ്ഞാൽ അവരതൊരു ബിസിനസ് പോലെ, കാരണം അവര് മാസത്തിൽ മന്ത്ലി ഒരു എമൗണ്ട് കൊടുക്കും. ആദ്യം ഒരു അമ്മയെ ജസ്റ്റ് ഒരു അവർക്ക് റൂം കൊടുക്കും. ഫെസിലിറ്റി കൊടുക്കും. നമ്മളങ്ങനെ നമുക്ക് ആ ലൈസൻസും അല്ല ഉള്ളത്, ഓൾഡ് ഏജ് ഹോമിന്റെ ലൈസൻസാ ഉള്ളത്. നമുക്ക് ആരും അല്ല, എല്ലാരും ഇങ്ങനെ ചോദിക്കും ഇതിനൊക്കെ ഫണ്ട് എവിടുന്നാണ്, ട്രസ്റ്റ് അല്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളുണ്ട്. ഞങ്ങൾ തന്നെ സ്വയം തൊഴിലായിട്ട് ചെയ്യുന്ന ലോഷൻ, അഗർബത്തി, ഗെൽ ക്യാൻഡില്, ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, ഇത് കാരുണ്യ എന്റർപ്രൈസസ് എന്ന് പറഞ്ഞ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ പ്രോഡക്റ്റുകൾ നമ്മൾ വിറ്റഴിക്കുന്നുണ്ട്. നമ്മുടെ ബോർഡ് മെമ്പർമാരുണ്ട്, അവര് ഈ മറൈൻ വേൾഡ് എക്സ്പോ ഒക്കെ നടക്കുമല്ലോ, അപ്പൊ അവിടെ സ്റ്റാൾ ഇട്ടിട്ട് അവിടെ വിൽപ്പനയുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ സർക്കാരിന്റെ ഒരു 4ാം വാർഷികത്തിന് നമുക്ക് സാമൂഹിക നീതിപ്പിന്റെ സ്റ്റാൾ ഉണ്ടായിരുന്നു. നമ്മൾ ഒരാഴ്ചയോളം നമ്മൾ അവിടെ ഞങ്ങൾ 4 പേരും കൂടെ അവിടെ നിന്നായിരുന്നു. അവിടെ നിന്ന് കച്ചവടം ചെയ്തു. അമ്മ കല്യാണമൊക്കെ കഴിഞ്ഞു, എന്താണ് അമ്മേന്റെ അടുത്ത് മരുമകനക്ക് പറയാനുള്ളത്? നമ്മുടെ മരുമകൻ എന്നുള്ള രീതിയിലല്ല, മകൻ എന്ന രീതിയിലാണ് എന്നെ കാണുന്നത്. അപ്പം അമ്മയുടെ ഈ പറയുന്ന അമ്മയ്ക്ക് അമ്മ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, അത് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരു 10 കൊല്ലം മുമ്പേ കല്യാണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടോ? അന്ന് ഞങ്ങൾക്ക് അത് ചിന്തിക്കാനുള്ള ബോധമില്ലായിരുന്നു. അല്ല അത് അന്നേ അമ്മ അച്ഛൻ മരിച്ച് അങ്ങനെ അമ്മ നടന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാപനം ഇങ്ങനെ ഉയർന്നു വരത്തില്ല. ഞങ്ങള് ഈ 2 കുട്ടികളെ പഠിപ്പിച്ചു, അവരുടെ കാര്യം നോക്കി, ഹസ്ബൻഡ് നടത്തിക്കൊണ്ട സ്ഥാപനം ഏറ്റെടുത്തു, അത് മുന്നോട്ട് കൊണ്ടുപോയി. അതിന്റെ ഒരു ഫലമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അമ്മയ്ക്ക് വനിതാ പുരസ്കാരം കിട്ടിയത്. ഈ ജില്ലാ ശിശുഭവന വകുപ്പിന്റെ പുരസ്കാരം കിട്ടിയത്. അപ്പൊ അത്രയും ആത്മാർത്ഥമായിട്ട് അമ്മ പ്രവർത്തിച്ചു. പിന്നെ ഇല്ല പറയുന്ന കണക്ക് നെഗറ്റീവ് പറയുന്നവരുണ്ടാവും, പക്ഷെ അതിനെയൊക്കെ പൊരുതി അമ്മ ഇത്രയും കയറി വന്നു. ഒരു മോളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നു, മോനെ ഭാവി ഭദ്രമാക്കി. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് അമ്മയ്ക്കൊരു ജീവിതം വേണം, അത് ശരിയാണെന്ന് നമുക്കും തോന്നി. ഇനി എങ്ങോട്ടാ ടൂറ്, ഹണിമൂൺ എങ്ങോട്ടേക്ക്? അത് അവര് രണ്ടുപേരുടെ തീരുമാനിച്ചു. നിങ്ങൾ പോകുന്നില്ലേ? നേരത്തെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിങ്ങൾ പോകുന്നില്ലേ? നിങ്ങൾ പോകും. വിഷ്ണു പോയിരുന്നോ ഹണിമൂൺ? അങ്ങനെ ഞങ്ങൾ പോയി ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ദൂരോട്ടൊന്നും പോകണമെന്നില്ല. ഞങ്ങളുടെ ലോകം ഇതാ. അതെ. ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഇതാ. ഞങ്ങളുടെ അമ്പലമായാലും ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെയല്ല. നമ്മളെ ഒരു ദിവസം ഇവിടുന്ന് മാറിയെന്ന് വെച്ചോ, എന്തിനും ആവശ്യത്തിനായിട്ടായാലും നമ്മൾ ഒരു ദിവസം ഇവിടുന്ന് മാറിയാല് നൈറ്റിൽ ഭയങ്കര ടെൻഷനാ. അമ്മമാർക്ക് ഇനി എന്തെങ്കിലും വരുമോ, കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കേ ഉള്ളൂ, സ്റ്റാഫുകളുണ്ട്, എന്നാലും നമ്മൾ നിൽക്കുന്ന പോലൊരു ഇത് വരത്തില്ല. ടെൻഷനാ. ക്യാമറ എടുത്ത് നോക്കും, അവരൊക്കെ ഉറങ്ങിയോ അല്ലെ എന്ത് കൊടുക്കുക എന്നൊക്കെ. നമ്മൾ കഴിഞ്ഞ ഒരു രാത്രി എവിടെയെങ്കിലും പോകും. ഒരു നമ്മള് പളനിക്ക് പോയായിരുന്നു. പളനി അവിടെ ആ പ്ലാനിങ് ഇട്ട് പോയതാ. പോയപ്പം അവിടെ ചെന്നപ്പോ സുഹിത്തന്നെ ഇങ്ങനെ ടൂർ പാക്കേജ് ഒക്കെ പോയിട്ടുള്ളതുകൊണ്ട് സുഹിത്തനെ എല്ലാം ലൊക്കേഷനും വഴിയും എല്ലാം അറിയാം. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇവിടുന്ന് കൊടൈക്കനാൽ 60 കിലോമീറ്റർ ഉള്ളെന്ന് പറഞ്ഞു. പോയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു അവിടെ പോവാന്ന് പറഞ്ഞപ്പം അമ്മ എല്ലാവർക്കും സമ്മതം. അങ്ങോട്ട് പോകുന്ന വഴിയില് അവിടെ കാലെടുത്ത് അങ്ങോട്ട് വെച്ചില്ല, തണുപ്പൊന്നും അടിക്കാൻ പറ്റില്ല. ആദ്യമായിട്ട് പോയ എക്സ്പെരിമെന്റ് ഉണ്ട്. ഞാനാണെങ്കിൽ തൊപ്പി വാങ്ങിക്കുന്ന, മറ്റേ ജാക്കറ്റ് വാങ്ങുന്നു, ഗ്ലാസ് വാങ്ങുന്നത്, മറ്റുള്ള ഷോള് വാങ്ങുന്നത് എല്ലാം വാങ്ങുന്നു. അപ്പൊ ഇതൊക്കെ എനിക്ക് എക്സൈറ്റ്മെന്റ്. ഞാൻ ഒരു റീൽ ഇങ്ങ് എടുത്ത്
അപ്പം സ്റ്റാറ്റസ് കിടാറായി, ഞങ്ങൾ കൊടൈക്കനാൽ എത്തുന്നില്ല അറിയിക്കാൻ വേണ്ടി ഒരു സംഭവങ്ങളൊക്കെ ആയി. അപ്പോഴാണ് എൻ്റെ ഒരു ചേച്ചി അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോ അയച്ചിരുന്നത്, എന്താ ഞങ്ങളുടെ ഒരു പട്ടിക്കുഞ്ഞുണ്ട്, അവൾ ഒന്നും കഴിച്ചിട്ടില്ല, അമ്മയെ നോക്കി വെളിയിൽ ഇങ്ങനെ നിൽക്കുവാന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്ത് അയച്ചു തന്നു. അത് ഞങ്ങളുടെ ഫാമിലി മെമ്പറാണ്. 4-5 6-7 വർഷത്തോളം ആയി ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ട്. ഇതൊന്നും കഴിച്ചിട്ടില്ല, കരയുന്നു, അമ്മയെ നോക്കി വെളിയിൽ നിൽക്കും, അകത്ത് കേറുന്നില്ല എന്നൊരു മെസ്സേജ് അയച്ച്. പിന്നെ അമ്മയ്ക്ക് ഡൗണാ. പിന്നെ അമ്മയ്ക്ക് സുഹിത്തൻ അവിടെ എടുക്കുന്നില്ല. പാറുവിന്റെ കഥ പറയും, എന്റെ പാറുമോള് അങ്ങനെ പറയും. കൊടൈക്കനാല് ഒന്നും ഇറങ്ങിയില്ല, ഫുഡ് പോലും കഴിക്കാൻ നിന്നില്ല, ചായ പോലും കുടിക്കാൻ പറ്റിയില്ല. വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു രാത്രിയില്, നമുക്ക് അങ്ങ് പോവാം. ഞാൻ പറഞ്ഞു അപ്പഴേ ഞങ്ങളുടെ മൂഡ് അങ്ങ് മാറി. നമ്മൾ പറയുന്നത് ശരി, ഇവിടുന്ന് കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങാന്ന് പറഞ്ഞു. കഴിച്ചിട്ടെങ്കിലും പോകും. അവിടുന്ന് കഴിച്ചു, നേരം വെളുത്തപ്പോ വന്നു. അപ്പൊ എവിടെ പോയാലും മനസ്സ് മൊത്തം ഇവിടെയാണ്, ആള് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ അമ്മയുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻസും കൂടിയോ, ഈ ചടങ്ങുകളൊക്കെ ഹസ്ബൻഡിന്റെ വീട്ടില് അങ്ങനെയൊന്നും ഇല്ലേ? അങ്ങോട്ട് പോയോ? ഇല്ല, പോയില്ല. ഇപ്പൊ പോവാ. നാളെയാണോ പോകുന്നത്? അല്ല, ഇന്നലെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഇന്നലെ. അതെല്ലാം കഴിഞ്ഞപ്പോ രാത്രി പറഞ്ഞു ചെലവിയാണോന്ന്. നമ്മുടെ അമ്മമാർക്ക് ഇന്നലെ സദ്യ കൊടുത്തത്, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പഠിത്തം ഉണ്ടായിരുന്നു. അപ്പം കുട്ടികൾക്ക് അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഏട്ടൻ വർക്ക് ചെയ്യുന്ന അവിടുത്തെ കുറച്ച് ജോലിക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം രാത്രി വന്നു. എല്ലാരും പോയപ്പോ ഇന്നലെ ഫസ്റ്റ് ടൈം ആണോ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകുന്നത്? എല്ലാരും കൂടിയാണോ പോകുന്നത്? നമ്മൾ ഇന്നത്തെ യാത്ര മൊത്തം ഇവിടെ ആയിപ്പോയി. ചില തിരക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ആയിപ്പോയി. നല്ല ഏട്ടന് ജോലിയുണ്ട്, ഇതുവരെ വന്നിട്ടില്ല. ഒന്നുകൂടി ഒന്ന് കോൾ വിളിക്കാൻ പറ്റുമോ? വീഡിയോ കോൾ. ഇന്റർവ്യൂ കഴിയാൻ പോവാണ്. അങ്ങനല്ല, പുള്ളിക്കാരൻ ഇതിനോട്ടൊന്നും പബ്ലിസിറ്റി ഒന്നും എന്റെ അടുത്ത് പറഞ്ഞ് നമ്മുടെ ലൈഫ് നമ്മളാ ജീവിക്കേണ്ടത്. അപ്പൊ വെളിയിൽ ഒരാളെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ഹസ്ബൻഡ് വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛനമ്മ? അച്ഛൻ മരിച്ചു പോയതാ. അമ്മയുണ്ട്, പെങ്ങളുണ്ട്. പെങ്ങളെ കല്യാണം കഴിച്ച് വേറെ താമസിക്കുന്നു. അമ്മയുണ്ട്. അപ്പൊ ഇനി അവിടെ ഒരാഴ്ച അങ്ങനെ അവിടെ നിൽക്കുവോ? അല്ലെങ്കിൽ ഇല്ല, അവിടെ നിക്കാൻ പറ്റത്തില്ലല്ലോ എനിക്ക്. അല്ല, എന്നാലും കുറച്ച് ദിവസം അങ്ങനെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഇതിൽ തന്നെ ഇല്ല, അവിടെ നിക്കത്തില്ല. നമുക്ക് ഈ സ്ഥാപനമേ മുൻകൂട്ടി പറഞ്ഞായിരുന്നു, ഇങ്ങനെ നമ്മുടെ ഇവിടെ നിൽക്കണവരും വിട്ട് പോകാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് എങ്ങനെ മാറി നിൽക്കാൻ പറ്റത്തില്ല. ഇവരും അതേപോലെ, ഇവരും അവിടെ പോയി താമസിക്കത്തില്ല. അവര് കാണണമെന്നുണ്ടെങ്കിൽ അവർ അച്ഛനും അമ്മയും ഇവിടെ വരും. അവരൊരു കപ്പിളാ, സ്കൂട്ടറിനകത്ത് രണ്ടുപേര് എല്ലാ ഞായറാഴ്ചയും കുഞ്ഞ് ജനിച്ചപ്പോ ഹോസ്പിറ്റലിൽ മൊത്തത്തിലൊരു നല്ലൊരു ഫാമിലി. അല്ല, എന്റെ ആലോചന വന്നപ്പോഴും ഒറ്റ ഡിമാൻഡേ വെച്ചുള്ളൂ, ഇതുപോലെ ഇവിടെ വന്ന് നിൽക്കണം, കാരണം ഇവർക്ക് ഇവിടെ വിട്ട് പോകാൻ പറ്റത്തില്ല. അതുപോലെ ഇങ്ങനെ അന്ന് ഇപ്പോഴും അമ്മ എവിടെയെങ്കിലും പോകുമ്പോ വർഷം ഉമ്മ കൊടുത്ത്, ഞാൻ പലപ്പോഴും അല്ലെങ്കിൽ ഞാനിതൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് വർഷം ഉമ്മയെ കൊടുത്തിട്ട് അമ്മ അടുത്തോട്ട് പറഞ്ഞു കൊടുത്തുള്ളു. അങ്ങനെ അറ്റാച്ചാ എല്ലാവരുമായിട്ട്. അവിടെ പോയി താമസിക്കാൻ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറയാനുണ്ടോ? മണവാട്ടി ഇരിപ്പുണ്ട്. എല്ലാവരും പ്രാർത്ഥന അനുഗ്രഹം വേണം, നമുക്ക് നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോകാൻ. വർഷക്ക് എന്തോ പറയണ്ടോ? ഇല്ല, പറയാനുള്ള വെച്ചാ ഇപ്പൊ ഈ പോസ്റ്റ് ഇട്ടപ്പം കുറെ പേര് നല്ല 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 കമന്റ്സ് ഇടുന്നത്, നമുക്ക് സപ്പോർട്ടായിട്ട്. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ, നല്ല തീരുമാനമാ, അതുപോലെ എന്തുവാ അമ്മയ്ക്ക് ഒരു കൂട്ടുണ്ടല്ലോ, അങ്ങനെ നല്ല പോസിറ്റീവായിട്ടാ കുറെ പേര് കമന്റ്സ് ഇട്ടേക്കുന്നത്. അപ്പൊ ഞാനും ആക്ച്വലി ഞാൻ വിചാരിച്ചു ഈ മറ്റുള്ള അമ്മ ആ ഒരു നെഗറ്റീവ് കമന്റ് വന്നപ്പോ ഞാൻ ആലോചിച്ചു, ശരി ഇത് വല്ല നെഗറ്റീവ് എല്ലാം വന്നു കഴിഞ്ഞാൽ അമ്മന് കരച്ചിലടിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. വീഡിയോ എടുത്ത് അപ്പം ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോ ഇങ്ങനെ ഒരാളെങ്കിലും വന്ന് ഇതിന് നെഗറ്റീവ് ഇടുമ്പം അവർക്ക് റിപ്ലൈ ആക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാർ പറയും നിങ്ങൾക്ക് എന്താ, അത് അവരുടെ ലൈഫല്ലേ, അവര് ജീവിക്കുന്നത്, നിങ്ങൾക്ക് എന്താന്നൊക്കെ റിപ്ലൈ ഇടുന്നുണ്ട്. റിപ്ലൈ നല്ല ചീത്ത പറയുന്നുണ്ടോ? റിപ്ലൈ ചീത്തയിട്ടല്ല, അവര് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ, നിങ്ങൾ എന്തെങ്കിലും ഇടപെടുന്നതെന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങള് കമന്റ് ഇങ്ങനെ നെഗറ്റീവ് ഇടുമ്പോഴത്തേനും ചിന്തിക്കണം, അത് കാണുന്നവർക്കൊക്കെ അതൊരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാ. കാരണം ഞങ്ങൾ ഇത്രയും വലുതായതിനു ശേഷം അമ്മ ഇപ്പോഴെ ഒരു ജീവിതത്തിലേക്ക് പിന്നെയും ചൂട് വെക്കുന്ന, അന്നേരം എല്ലാരും അനുഗ്രഹിക്കണം അത്ര. അപ്പൊ എന്തായാലും നല്ല പുതിയ വീട്ടിലേക്ക് മണവാട്ടി പോവാൻ നിൽക്കുകയാണ് നമ്മള്. സമയം കളയുന്നില്ല. അപ്പൊ നല്ലൊരു ഫാമിലി സംസാരിക്കാനും പരിചയപ്പെടാനും സാധിച്ചതിൽ വളരെ നന്ദി. താങ്ക് യു. ഓക്കെ.